ഒപ്പം മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 7ാം ദിവസമാണ് ഈ ഒരു ദൗത്യം ഇപ്പോൾ തുടരുന്നത്. ഇന്നത്തെ ഒരു തെരച്ചിൽ എങ്ങനെയാണ്? ഒപ്പം തന്നെ നിലവിലൊരു കണക്ക് ഇതുവരെയും, അതായത് ഒരു 180ഓളം പേരോടെ ഇനി കാണാനുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാണാനുള്ളവരെ കുറിച്ചുള്ള അന്വേഷണമാണല്ലോ ഇപ്പം നമ്മൾ നടത്തുന്നത്, കണ്ടവരെ കുറിച്ചല്ലല്ലോ. അപ്പോൾ കാണാൻ എവിടെയുണ്ട് എന്നുള്ളത് തന്നെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ അവരെ കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ഇത്ര നമ്പറാന്ന് പറയണമെങ്കിൽ നമുക്കിവിടെ നേരത്തെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ കണക്ക് വേണം. അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൂടെയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വോട്ടർ പട്ടിക, റേഷൻ കാർഡ്, തോട്ടങ്ങളിലെ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള രജിസ്റ്റർ, മറ്റ് തരത്തിലൂടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുടെ കണക്ക് ഒക്കെ എടുത്തു നോക്കി പരസ്പരം ഒന്ന് ടാലി ചെയ്ത് നോക്കേണ്ട, അത് കുറച്ചും കൂടി യുക്തിസഹമായി നടത്തേണ്ട ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രക്രിയ ഇന്നത്തോടുകൂടി പൂർത്തിയാക്കാൻ ഏതാണ്ടൊരു ധാരണയിലെത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്, പരിശോധനയാണ് ഇനി നടക്കുക. നേവിയൊക്കെ പറയുന്ന പോലെ തന്നെ പല സിഗ്നലുകളും ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവരൊരു 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധനയുടെ ഫലമാണല്ലോ. അത് പരിശോധിക്കും തോറും ചിലത് കണ്ടെത്തുന്നുണ്ട്. ആ കണ്ടെത്തലിൽ നമുക്ക് അവിടെ എത്ര പേരുണ്ടെന്ന് പറയാൻ കഴിയില്ല, അല്ല അവിടെ ആളുണ്ടോന്നും പറയാൻ കഴിയില്ല. നമ്മൾ സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കി വെക്കാതെയുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ, പരിശോധനയെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അല്ല, ഹോട്ട്സ്പോട്ടുകളെ പോയിന്റ് എനിക്കറിയില്ല. അത് അവർ കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ അതിൻ്റെ അകത്ത് അവരുടെ വർക്കിംഗ് പ്ലാനിനകത്ത് നമ്മൾ ഇടപെടുന്നില്ല. അവര് കണ്ടെത്തുന്നു എന്ത് തരം ഓപ്പറേഷനാണ് അവിടെ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നു. നമ്മൾ ചെയ്യുന്നത് സേനാ വിഭാഗങ്ങൾക്ക് എന്താണ് സഹായം ആവശ്യം, അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ജില്ലാ ഭരണകൂടവും സർക്കാരും എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, ഞങ്ങൾ അതാണ് നോക്കുന്നത്. ഞങ്ങൾ ഡിക്റ്റേറ്റീവ് നിർദ്ദേശിക്കുകയല്ല, അവരുടെ പ്രവർത്തനത്തെ സഹായകമായ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ആ സൗകര്യങ്ങളിൽ ഒന്നാണ് അധികം ആളുകൾ അങ്ങോട്ട് പോയി അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ടി വന്നത്. അവരുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകുക എന്നതാണ് നമ്മുടെ കടമ. അല്ലാതെ നമ്മൾ കയറി അങ്ങോട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നിർദ്ദേശിക്കില്ല. എന്നാലും അവരുടെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ചയും നമുക്കുള്ള സംശയങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഒരു തടസ്സമില്ല. ആ രൂപത്തിൽ പരസ്പര ധാരണയോടുകൂടിയ ഒരു ഫംഗ്ഷനിങ് ആണ് ഇവിടെയുള്ളത്. അത് കുറ്റമറ്റ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു യാതൊരുവിധ പഴുതുമില്ലാതെ എല്ലാം തെരച്ചിലും പൂർത്തീകരിച്ചതിന് ശേഷമേ അത്രയേ ഉള്ളൂ 100% ഉറപ്പ് വന്നതിന് ശേഷമേ ഈ പരിപാടി നിർത്തുകയുള്ളൂ. അല്ലാതെ ഇടക്ക് നിർത്തി പോകുന്നൊരു പരിപാടിയുമില്ല. ഇന്നലെ ഞങ്ങൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരുമായി കൂടിയാൽ അവരതാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇത്രയാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, ഞങ്ങൾ അവരോട് നിർദ്ദേശിക്കുന്നില്ല ഇന്നത് ചെയ്യണമെന്ന്. അതിന് നമുക്ക് ആവശ്യമായത് ഭരണകൂടം എന്ത് സഹായമാണ് അവർക്ക് ചെയ്യേണ്ടത്, ജനങ്ങൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്. മിനിസ്റ്റർ ഒരു കാര്യം ഒന്ന് ചോദിക്കുമോ? നാളെ വിദ്യാഭ്യാസ മന്ത്രി അവിടേക്ക് എത്തുകയാണ്. നാളെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ദൗത്യം, അതുകൂടി ഒന്ന് ചോദിക്കുമോ? ഇവിടെ യോഗം ചേരുന്നുണ്ടല്ലോ, അതെ അതെ. ആ യോഗത്തിന്റെ ഒരു അജണ്ട എന്തൊക്കെയാണ്? അല്ലാതെ മുഖ്യമന്ത്രിയുടെ അവലോകനമാണ്. മുഖ്യമന്ത്രി ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള മന്ത്രിമാരുമായി കൂടി നടത്തി ഇതുപോലെ ഒരു അവലോകനം നടത്തുന്നതാണ് മുഖ്യമന്ത്രി. ആ യോഗത്തിന് അതാണ് അവലോകനം. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും നിർദ്ദേശം നൽകാനുണ്ടെങ്കിൽ ആ നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നാളെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടേക്ക് നാളെ വരുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കാനായി കുട്ടികളെ, അവിടെ കൂടുതലുള്ള കുട്ടികൾ, സ്കൂളുകൾ പൂട്ടിയ കുട്ടികൾ, ആ കുട്ടികളെ എന്ത് ചെയ്യണം, എവിടെ പഠിപ്പിക്കണം, എന്ത് തരത്തിലാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയിലെത്തേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് വന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ആലോചിച്ച് അതിനുള്ള സംവിധാനം, എനിക്ക് തോന്നുന്നു ഈ 2-3 ദിവസത്തിനകം ആ സംവിധാനം സംബന്ധിച്ച ധാരണയാകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഓരോ സെക്ടറിലും, ഞാൻ പറയാം, ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഈ 2 മേഖലയുണ്ടല്ലോ, ഇതൊക്കെ ആരോഗ്യമന്ത്രി തന്നെ ഇവിടെ വന്ന് വിലയിരുത്തുകയും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന, അങ്ങനെ ഓരോ വകുപ്പും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ കൂടി മന്ത്രിമാരുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശമാണ്. അപ്പോൾ ഈ പുനരധിവാസം എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അല്ല, അവിടെയാണ് നമുക്ക് എത്ര ഫാമിലിക്ക് പുനരധിവാസ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഉള്ളത് അറിവ്, നമ്മൾ ക്യാമ്പുകളിൽ താമസിക്കുന്ന ഇത്ര കുടുംബങ്ങളിൽപ്പെട്ട ഇത്ര പേർ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇത്ര പേർ, അത് അവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഫാമിലിയിൽ പെടുന്നവർ. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു ഡാറ്റ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എത്ര പേർക്ക് കൊല്ലുക. അപ്പോൾ അത് വീട് മാത്രമല്ല, കടകൾ നശിച്ചവരുണ്ട്,
മറ്റു പല സ്ഥാപനങ്ങളും നയിച്ചവരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ പുത്തുമലയിലൊക്കെ കണ്ടതുപോലെ കുറെ പേർക്ക് വീട് നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല ഉണ്ടായില്ല. ഇവിടെ ഒരു പട്ടണം തന്നെ ഇല്ലാതായ ഒരു സാഹചര്യമാണ്. അത് നമ്മുടെ ചരിത്രത്തിൽ, എന്റെ ഓർമ്മയല്ല, അതിനു മുമ്പുള്ള ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ആദ്യമാണ്. സോ ആദ്യമായാണ് സമാനതകളില്ലാത്തൊരു ദുരന്തഭൂമിയായി നമ്മുടെ ഈ ചൂരൽമലയും ഒക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുൻ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ നമുക്കില്ല, നമ്മുടെ മുമ്പിൽ മാതൃകയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ ഒരു മാതൃകയുണ്ടാക്കി ആ മോഡലിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ മോഡലിൽ ചിലപ്പോൾ ചില വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു വരും. ആ വ്യതിയാനങ്ങൾ വിലയിരുത്തി നമുക്ക് പരിഹരിച്ചു പോകുക എന്നല്ലാതെ അതുണ്ടായിക്കഴിഞ്ഞാലേ മനസ്സിലാവും. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് മനസ്സിലാകുമ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉള്ളത്. ആ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത എന്തുകൊണ്ട്? രണ്ട് കാരണങ്ങളാണ്. നമുക്കറിയാത്തതുകൊണ്ട്, രണ്ട്, നമുക്ക് മുൻ പരിചയമില്ല. ഇത്രയും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു പരിചയം ആർക്കുമില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങളെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രി തന്നെ നമ്മളൊരാളെ എയർലിഫ്റ്റ് ചെയ്തു. അവരിൽപ്പെട്ട 18 പേരെ സുരക്ഷിതരായി കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഏത് സേനാ വിഭാഗത്തിനാണോ വിവരം കിട്ടുന്നത് അവരപ്പം തന്നെ ഇടപെട്ട് പരിഹാരം കാണുന്ന വിധത്തിൽ അവർ വളരെ ആത്മാർത്ഥമായും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൽ ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നത്, അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അവർക്ക് 10 ആളെ വേണം, 10 ആളെ കൊടുക്കാം. അവർക്ക് 25 ആളെ വേണം, 25 ആളെ കൊടുക്കാം. 10 ഭക്ഷണപ്പൊതി അധികം വേണം, കൊടുക്കാം. ഇന്ന ഉപകരണങ്ങൾ വേണം, കൊടുക്കാം. ഇന്ന സൗകര്യം വേണം. ആ ഒരു മെക്കാനിസം. അല്ലാതെ നമ്മൾ ഈ സേനാ വിഭാഗങ്ങളുടെ സ്വതന്ത്രമായ യുക്തിചിന്തക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ കയറി ഇടപെട്ട് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന യുക്തിരഹിതമായ പ്രവർത്തനം ഞങ്ങൾ തരത്തില്ല. ഞങ്ങൾ നാട്ടുകാരായാലും ഗവൺമെന്റ് ആയാലും അവരെ സഹായിക്കുക എന്ന നിലപാടെടുക്കണം. ഇപ്പോ മിനിസ്റ്ററെ, മറ്റൊരു കാര്യം, ഇതുവരെ നമ്മൾ തെരച്ചിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇനിയിപ്പോ പുനരധിവാസത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ കാണാതായ ആളുകളുടെ ഒരു കണക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇപ്പൊ പറയുന്നതൊന്നും അല്ല കണക്ക് എന്നൊരിതുണ്ട്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ, നേപ്പാളിൽ നിന്നെത്തിയ ആളുകളാണ്. അവര് പറയുന്നതാണ് ഇതാണ് കണക്കെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളതുകൊണ്ടാണ് ഇത്രയൊന്നും കൃത്യമായിട്ട് പറയാത്തത്. കണ്ടെത്താനുണ്ട്, ഇനിയും ചോദിച്ച് മനസ്സിലാക്കി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ആശുപത്രിയിൽ കിടക്കുന്നവരും ക്യാമ്പിൽ കിടക്കുന്നവർക്കും ഇത് പറയാനുള്ള മാനസികാവസ്ഥയല്ല ഇപ്പോൾ. അവർക്കും അറിയില്ല ബാക്കിയുള്ളവർ ജീവിച്ചിട്ട്. അപ്പോൾ അത് സമയമെടുക്കും. നമ്മളിപ്പം കണ്ടെത്തിയത് പിന്നെ മറ്റേ ഇപ്പം നടക്കുന്ന ക്യാമ്പുകളിൽ എത്ര ഫാമിലി ഉണ്ട് അത് നോക്കിയപ്പോൾ കൃത്യമാണ്. ആശുപത്രിയിൽ എത്ര ഫാമിലി ഉണ്ട്. പക്ഷെ ഇത് രണ്ടുമല്ല അവർ പറയുന്നത് ശരി, ഞങ്ങൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഇത്ര കൃത്യമായിട്ട് പറയാത്തത്. ഇത് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. കണക്കാക്കാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ പലർക്കും ആരാന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പറയാൻ കഴിയാത്തവർക്ക് നിർബന്ധിച്ച് പറയിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ മാനസികാവസ്ഥ മെച്ചപ്പെട്ടു വരുന്നതിനനുസരിച്ച് മാത്രമേ എൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നുള്ളൂ, അവരിന്ന ആളുകളാണ്, കാണാനില്ല എന്ന് അവർ പറയുമ്പോഴാണ്. അതിന് നമ്മൾ കൗൺസിലർമാരെയാണ് ചുമതലപ്പെടുത്തിയത്. അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നതിന് പകരം അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്വാന്തന അന്വേഷണ ശൈലിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും സൈത്ത്, ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ 100% ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു തിരച്ചിൽ നിന്ന് പിന്നോട്ട് പോകൂ. സേനാ